ശ്രീ വസന്ത്, പക്ഷേ അടുത്ത ഘട്ടത്തിൽ താങ്കൾ ഈ പറഞ്ഞ എട്ടുകാലി മമ്മൂഞ്ഞും ഇരട്ട താപ്പും ഒക്കെ കാണിക്കുന്നത് കോൺഗ്രസ് എംപിമാർക്ക് ഇന്ന് ക്രിസ്തീയ സഭകളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്തുകൊണ്ടൊരക്ഷരം പറഞ്ഞില്ല, തങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുത്തില്ല എന്നുള്ളത്. അതിലേക്ക് വരാം. ശ്രീ കെവിൻ പീറ്റർ, ക്രിസ്തീയ സഭകളടക്കം മുനമ്പം വിഷയത്തിൽ ഊന്നിക്കൊണ്ട് നിയമ ഭേദഗതി ബില്ലിന്മേൽ, വഖഫ് നിയമ ഭേദഗതി ബില്ലിന്മേൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥന ആദ്യം മുതൽക്കേ നടത്തിയതാണ് നമ്മുടെ ജനപ്രതിനിധികളോടക്കം. പക്ഷേ അവരെല്ലാം അത് നിരാകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷേ വളരെ വിദഗ്ധമായി മുനമ്പം ജനതയോട് പറയുന്നത് ഇത് മുനമ്പവും വഖഫ് നിയമ ഭേദഗതി ബില്ലും രണ്ടാണ് എന്ന തരത്തിലാണ്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഇരട്ടത്താപ്പ് പ്രകടമാകുന്നത്. എന്തായാലും മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അവർ കഴിഞ്ഞ ദിവസം തന്നെ അതിന് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്തായാലും ഇനി നിയമമാകാൻ ഇനി ഏതാനും കടമ്പകൾ മാത്രമേ ഉള്ളൂ. അതിനുമേലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. തുടർന്ന് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിടും. അതിനുശേഷം ബിൽ നിയമമാകും. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഞാൻ നമ്മുടെ സുഹൃത്തായ തെങ്ങുംപള്ളി പറഞ്ഞതൊക്കെ കേട്ട് ചിരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ അതേ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഇന്ന് ഇത്രയും വലിയൊരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് സമയം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഇതേ പ്രിയങ്കയാണ് കഴിഞ്ഞ ദിവസം പിണക്കം മാറ്റാനായിട്ട് പാണക്കാട് സന്ദർശിച്ചത്. അപ്പോ അതുപോലെ തന്നെ നിങ്ങൾ CPM-നെ വിമർശിക്കുന്നു, അതിന് മറുപടി പറയാൻ ഇവിടെ ആളുണ്ട്. അപ്പോ നിങ്ങളുടെ അവസ്ഥ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നോട് ആലോചിക്കുക. അതോടൊപ്പം തന്നെ ഇത്രയൊക്കെ മോശക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്തിനാണ് അവരെ നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ തന്നെ കൂട്ടി? താങ്കൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞു. അതിന്റെ ഏറ്റവും ഏടെ അർത്ഥം അലയൻസ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് തന്നെ പറയാൻ പറ്റും. മുന്നണി എന്ന് വിളിക്കാലോ അല്ലെ? എനിക്കും വിളിക്കാമല്ലോ. ഞാൻ ഇനി അതേ പറഞ്ഞു. അത് താങ്കളുടെ നിലവാരത്തിനനുസരിച്ച് അതിന് വള്ളിയിട്ട് വേണേലും വിളിക്കാം. അതെന്റെ കുഴപ്പമില്ല. അത് അവിടെ ഞാൻ ഇടയ്ക്ക് കയറിയില്ലല്ലോ. ഇല്ലില്ല, ഞാൻ കറക്റ്റാണ് പറഞ്ഞ എന്ന അക്ഷരത്തിന്റെ അർത്ഥം എന്താണ്? എന്ന അക്ഷരത്തിന്റെ അർത്ഥം എന്താണ്? അലയൻസ് എന്നല്ലേ? ഇന്ത്യയുടെ വിടൂ. താങ്കൾ ഞാൻ ചോദിച്ച താങ്കൾ ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കുന്നത് അവസാനത്തെ എന്ന് സൂചിപ്പിക്കുന്ന അക്ഷരത്തിന്റെ ഫുൾ ഫോം എന്താണ്? ഒരു മിനിറ്റ് ഉത്തരം പറയട്ടെ, അങ്ങ് വഴങ്ങാമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്ര പറഞ്ഞുള്ളൂ. രോഹിണിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞത്. ഇന്ത്യ കറക്റ്റാണ്. അത് ഒരു വ്യത്യാസമില്ല. അതിന്റെ അർത്ഥം അത് തന്നെയാണ്. ഇന്ത്യയുടെ ഏടർത്ഥം അലയൻസ് സഖ്യം എന്നാണെങ്കിൽ വെറുതെ നാണം കെടും. അത് വീട് ഞാൻ സംസാരിച്ചോട്ടെ. താങ്കളുടെ സമയത്ത് ഇടയ്ക്ക് കയറിയില്ല. ശരി, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശ്രീ വസന്ത്, താങ്കൾ മാത്രം ഉത്സാഹം നമ്മുടെ ഇന്ത്യ മുന്നണിയെ കാണിക്കുന്നു. ഒരല്പം മുൻപ്, ഏതാനും മിനിറ്റുകൾക്ക് മുൻപാണ് ഈ ഇന്ത്യ മുന്നണിയുടെ ഭിന്നത രൂക്ഷമായി പുറത്തു വന്നത്. നമുക്ക് അതിലേക്കൊക്കെ എത്താം. നമുക്ക് എന്തായാലും ഇപ്പോൾ ശ്രീ വസന്ത് നമുക്ക് എത്താം. രോഹിണി എനിക്ക് ഒരു മിനിറ്റ് തരണം. ഇനി താങ്കൾ സംസാരിച്ചാൽ നിങ്ങൾ ചർച്ചിച്ചോ. അല്ല, കോൺഗ്രസ് ഇന്നലെ മുനമ്പത്ത് ഇപ്പോൾ ശ്രീവസന്ത് താങ്കളിലേക്ക് എത്താം. അങ്ങയുടെ ആവശ്യമാണ്. രോഹിണി ആങ്കർ എന്ന നിലയിൽ അങ്ങാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ശരി, INDIA അലയൻസ് എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞത്. അത് പ്രത്യേകിച്ച് ഒരു സംഘടനയും അധിക്ഷേപിക്കലല്ല. കാരണം അവിടെ മുന്നണി എന്നുള്ള പദപ്രയോഗമല്ലേ ശ്രീ വസന്ത്? അവിടെ എങ്ങനെയാണ് അത് അധിക്ഷേപമോ അപമാനമോ ഒക്കെ ആകുന്നത്? INDIA അലയൻസ് ആണ് മുന്നണി എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ അതെങ്ങനെയാണ് അധിക്ഷേപമാകുന്നത്? പോട്ടെ, അത് നമ്മുടെ വിഷയമല്ലല്ലോ ശ്രീ വസന്ത്. താങ്കൾ ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയുടെ പേര് പറഞ്ഞു ഇത്രയൊക്കെ കാര്യം മനസ്സിലാക്കി. രോഹിണി അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഞാൻ അതാണ് പറഞ്ഞത്. ഇന്ത്യ എന്നതിന്റെ അലയൻസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ NDA നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ അലയൻസ് തന്നെയാണ്. അപ്പൊ ഞാൻ ND മുന്നണി വേണമെങ്കിലും സംസാരിക്കാമല്ലോ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്തോളൂ. ഇന്നത്തോടെ കോൺഗ്രസ് പ്രതിനിധികളെ ജനം ചർച്ച പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ നിങ്ങൾക്ക് നമുക്ക് വിഷയത്തിലേക്ക് വരാം. എന്ത് വിഷയം?
സ്ഥിരമുള്ള പ്രശ്നമാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, താങ്കൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയാണ്. കേവലം മുന്നണിയുടെ പേരുകൾ പറഞ്ഞ് വെറുതെ തടസ്സപ്പെടുത്തുകയാണ്. ശ്രീ വസന്ത്, വിഷയത്തിലേക്ക് കൊണ്ടുവരാതെ താങ്കൾ മനഃപൂർവ്വം അത് വഴിവെച്ച് വിടുകയാണ്. താങ്കൾ പറയും. പാർട്ടിക്ക് വേണ്ടി എന്റെ പാർട്ടിക്ക് വേണ്ടി പറയാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഇടപെടുന്നത് ഏത് വിഷയത്തിൽ മുന്നണി അർത്ഥം പൊക്കോളാം, പറഞ്ഞിട്ട് ഞാൻ ലീവ് ചെയ്തോളാം. നിങ്ങൾ ചർച്ച ചെയ്തോ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഭയമാണ് ചോദ്യങ്ങൾ നേരിടാൻ.